വയനാട്ടിൽ തന്നെ എത്രയോളം കാടുകൾ കിടക്കുന്നു. കാടില്ലേ, പിന്നെ എന്തുകൊണ്ട് കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങി? എന്റെ ഡാഡിക്ക് സംഭവിച്ചു കണക്ക് ഇനി ഒരു മനുഷ്യർക്ക് പറ്റാൻ പാടില്ല വയനാട്ടിൽ. ഞങ്ങൾ എവിടെ പോവാനാ? നമ്മൾ ഇവിടെ തന്നെ കഴിയണ്ട. ഇവര് 5 മണി വരെ ഇവര് ഡ്യൂട്ടി എടുത്തു. ഈ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവരങ്ങ് പോവും. നമ്മൾ എവിടെ പോവാനാ? ചെയ്യാവുന്ന നിയമപരമായ എല്ലാ നടപടികളും ത്വരിതഗതിയിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നതൊരു വസ്തുത തന്നെയാണ്. ഒരിക്കലും ഒരു വൈൽഡ് അനിമലിനെ നമുക്ക് സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. മനുഷ്യനേക്കാളും പ്രയോറിറ്റി മൃഗങ്ങൾക്ക് കൊടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഇത് കർഷകർ മാത്രം നഷ്ടപ്പെടുത്തിയ പ്രകൃതി അല്ല നമ്മുടേത്. അവരവിടെ വീട് വെക്കാൻ പാടില്ല. അവരെവിടെ പോകും? നിങ്ങളുടെ നാളെ നിങ്ങളുടെ വീട് എടുത്ത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി താമസിച്ച് നിങ്ങളുടെ ഉപജീവന മാർഗ്ഗം മാറ്റാൻ പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റും. എല്ലാത്തിനും ഈ സർക്കാർ സംവിധാനങ്ങളെ മാത്രം പഴിചാരുന്നതിൽ അർത്ഥമില്ല. കേരളത്തിൽ വന്യജീവി ആക്രമണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ആനയടക്കമുള്ള മൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയായിക്കൊണ്ടിരിക്കുന്നതിന് യഥാർത്ഥ കാരണം എന്താണ്? വനം വകുപ്പിനെ പഴിചാരുന്നതിൽ യുക്തിയുണ്ടോ? പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. വനം വകുപ്പിനെ മാത്രം മീൻസ് അവര് റെസ്പോൺസിബിൾ ആണ്, എന്നാലും ഫുള്ളി അവരെ മാത്രം പറയേണ്ടതായിട്ടില്ല. ഒരിക്കലും ഒരു വൈൽഡ് അനിമലിനെ നമുക്ക് സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. ചുരുക്കം പറഞ്ഞാൽ ആദിവാസികളുടെയൊക്കെ സ്ഥലങ്ങളിൽ അവർക്കറിയാം എവിടെയാണ് ഈ മൃഗങ്ങൾ അറ്റാക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് ആദിവാസികൾ ഇത് അറ്റാക്ക് ചെയ്യുന്നൊന്നും കേൾക്കുന്നില്ല. കാരണം അവർക്ക് ഈ കോ എക്സിസ്റ്റൻസ് എങ്ങനെയാണെന്നുള്ളത് അറിയാം. ഞങ്ങളുടെ കോളേജിൽ നിൽക്കുന്ന ഒരു കാട്ടിൻ്റെ നടക്കണം. ഇപ്പം ഞാൻ ഇന്നലെയും കൂടെ ഒരു കാട്ടുപന്നി എൻ്റെ മുന്നിൽ കൂടെ പോയിട്ടേ ഉള്ളൂ. മൃഗങ്ങൾ നമ്മുടെ സ്ഥലത്തോട്ട് വരുന്നതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ എൻക്രോച്ച്മെന്റ് ആണ്. മനുഷ്യന്മാരുടെ ജീവന് തീർച്ചയായും വിലയുണ്ട്. ഇപ്പോൾ അവരൊരു ഷോ പീസായി മാത്രം കാണാതെ അത് മൃഗങ്ങളാണ്, അവരെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. എങ്കിൽ അവരവരുടെ വാസസ്ഥലത്ത് ജീവിച്ചോട്ടെ. നിങ്ങൾ അവരെ നാട്ടിൽ കൊണ്ടുവന്ന് എന്തിനാ തടിയിടിപ്പിക്കുന്നത്? മനുഷ്യൻ മൃഗങ്ങളുടെ സ്പേസിലേക്ക് കയറിയതിൻ്റെ ഫലം തന്നെയാണ്. ഒരു തരത്തിലും ആ ജീവിയെ ഉപദ്രവിക്കാത്തൊരു മനുഷ്യനായിരിക്കാം ആ ആനയുടെയോ അല്ലെങ്കിൽ കടുവയുടെയോ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ടെക്നിക്കലി പറയുമ്പോൾ ആനേൻ്റെ കാട്ടിലുള്ള റിസോഴ്സസ് കുറഞ്ഞുകൊണ്ടായിരിക്കും നാട്ടിലേക്ക് വരാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ രീതിയിൽ ആന മനുഷ്യന്മാരെ പോലെ ഇവോൾവ് ആയിട്ടുള്ളൊരു ജീവിയല്ല. അപ്പോൾ അതിന് നമുക്ക് പറയാൻ പറ്റില്ല നാട്ടിൽ നിന്ന് വരരുത് അതുകൊണ്ട് നമുക്ക് റെസ്ട്രിക്ഷൻ വെക്കാൻ പറ്റില്ല. മൃഗങ്ങൾക്ക് അവർക്ക് വേണ്ടി സമരം ചെയ്യാൻ ആളില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ വേലി കെട്ടുക, ഇലക്ട്രിക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പ്രായോഗികമല്ല. മയക്ക് വെടിയേ വെക്കാവുള്ളൂ, അല്ലാതെ അതിനെ കൊല്ലുന്ന തരത്തിൽ ചെയ്യാൻ പാടില്ല. വിദേശ രാജ്യങ്ങളിൽ ഒരു വീട്ടിലെ മൃഗം തന്നെ ഒരു മനുഷ്യനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ദേ പുട്ട് ഡൗൺ ദ ആനിമൽ. അതാണ് അവിടുത്തെ നിയമം. എന്ന് വെച്ചാൽ മനുഷ്യനേക്കാളും പ്രയോറിറ്റി മൃഗങ്ങൾക്ക് കൊടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അരിക്കൊമ്പൻ ഫാൻസ് അസോസിയേഷൻ, പേപ്പർട്ടി ഫാൻസ് അസോസിയേഷൻ ഇവരെയൊക്കെ എങ്ങനെ പറയണമെന്ന് അറിയില്ല. അക്രമകാരിയാകുമ്പോൾ അതിനെതിരെ നടപടി ഉണ്ടാകും. ഇപ്പം നമുക്ക് ആൽഫമെയിൽ ഫാൻസ് ഉണ്ട്, സിഗ്മമെയിൽ ഫാൻസ് ഉണ്ട്. അതേപോലെ അരിക്കൊമ്പൻ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അരിക്കൊമ്പൊരു ഫാൻസ് ഉള്ള കാര്യം. മലയോര കർഷകരെ അങ്ങനെ കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല. ഇത് കർഷകർ മാത്രം നഷ്ടപ്പെടുത്തിയ പ്രകൃതി അല്ല നമ്മുടേത്. നമ്മൾ ഈ അഫക്റ്റ് ചെയ്യുന്ന പറയുന്ന മനുഷ്യന്മാർ വൈറ്റ് കോളർ ജോലിക്കാരല്ല, അവർ കോർപ്പറേറ്റ് ജോലിക്കാരല്ല, അവർ സാധാരണക്കാരാണ്. എപ്പോഴും എല്ലാത്തിനും ഈ സർക്കാർ സംവിധാനങ്ങളെ മാത്രം പഴിചാരുന്നതിൽ അർത്ഥമില്ല. പക്ഷെ നമ്മുടെ വനം വകുപ്പിൻ്റെ ഉള്ളിൽ വരുന്ന പല ഉദ്യോഗസ്ഥരും ചെയ്യുന്ന പല മോശം പ്രവൃത്തികളെ പറ്റിയും കേൾക്കേണ്ട വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ പുഴുക്കുത്തുകൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഗവൺമെൻറ്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് ഇതിനുള്ള പ്രിവെൻഷൻ മെഷേഴ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ ആനകൾക്കൊക്കെ നീർത്തടങ്ങളുണ്ടാവും വെള്ളം കുടിക്കാനും, അതൊക്കെ വറ്റി വരണ്ടിരിക്കുക. നമ്മുടെ ക്ലൈമറ്റിലുള്ള ഒരു വ്യത്യാസം ഇതിന് പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. പന്നിക്ക് പടക്കം വെച്ചിട്ട് ആന മരിച്ച സംഭവം ഉണ്ടായപ്പോഴത്തേക്കും ഇവിടെ കേരളത്തിന് പുറത്ത് ഭയങ്കരമായിട്ട് അതിനൊരു പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മനഃപൂർവ്വം എന്തോ ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നെറേറ്റീവ് പൊളിറ്റിക്കൽ ഭാഗമായിട്ടുണ്ടാവുന്നുണ്ട്. പൊളിറ്റിക്കലി ഉള്ളൊരു എന്താ പറയുക, അതിനെ മുതലെടുപ്പ് നടക്കുന്നുണ്ട്.